ശത്രുവിൻ്റെ മുന്നിൽ മിത്രമെന്ന് കരുതിയവരോടൊപ്പം നിന്ന് ആ ശത്രുവിനെ നേരിടാമെന്ന് കരുതിയ എനിക്ക് ആ ശത്രുവിനോടൊപ്പമാണ് ചിലരൊക്കെ ഇപ്പുറത്തും എന്നുള്ള വസ്തുത കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പിന്നീട് മനസ്സിലാക്കിക്കൊള്ളും. അപ്പോൾ അവരാകെ ഭയപ്പെടുന്നത് ഞാനൊരു അധിക പ്രസംഗിയാണെന്ന്. ആ അധിക പ്രസംഗം ഇനിയും ഞാൻ തുടരും എന്നതാണ് അവരെ അലട്ടുന്ന പ്രശ്നം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അധിക പ്രസംഗം ഞാൻ തുടരുക തന്നെ ചെയ്യും, അതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ എന്ത് വേണ്ടിയിട്ടാണ് പിണറായിയോട് ഏറ്റുമുട്ടിയത്? ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് കാണുകയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്തവനാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടല്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് പോയത്. കമ്മ്യൂണിസം ഉൾക്കൊണ്ടിട്ടുമല്ല. ഞാൻ അന്നും ഇതേപോലെ ഒരു സഹകരണ മുന്നണിയുടെ ഭാഗമാണ്, നിങ്ങൾക്കറിയാലോ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശത്തിലെ പരമപ്രധാനമായൊരു സംഗതി സോഷ്യലിസമാണ്. അത് പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ്. ആ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന ഈ നാട്ടിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി സംസാരിക്കുന്ന, പാവപ്പെട്ടവന് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു പാർട്ടിയായിട്ടായിരുന്നു ഞാൻ ആ പാർട്ടിയെ കണ്ടത്. ആ നിലക്ക് തന്നെയാണ് ഞാൻ ആ പാർട്ടിയിലേക്ക് എന്നെ ആകർഷിക്കപ്പെടുന്നത്. വയലിൽ ജോലി ചെയ്താൽ വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ആ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? സെക്യുലറിസമാണ്, മതേതരത്വം. അപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ വർഗീയവാദമായിരുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഈ രാജ്യമൊട്ടാകെ ആക്രമിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് കഴിഞ്ഞ 10-15 വർഷമായി രാജ്യം മാറിയിരിക്കുകയാണ്. അതിനെതിരെ അതിശക്തമായ പ്രതിരോധം തീർത്ത് നിന്നിരുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ ആ സെക്യുലറിസവും ആ മതേതരത്വവും ആ സോഷ്യലിസവുമാണ് ആ പാർട്ടിയുമായി സഹകരിച്ച് പോകാൻ, അതിനുവേണ്ടി പോരാടാൻ, അതിനുവേണ്ടി പോരാളിയായി നിൽക്കാൻ, ആ ജനങ്ങളോടൊപ്പം ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം തുടർന്ന വ്യക്തിയാണ് ഞാൻ. ആ ഒറ്റ ആശയത്തിലാണ് ഞാൻ അതിൽ നിന്നത്. ഈ രാജ്യത്ത് ഒരുപാട് ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ നിയമസഭയിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഗുജറാത്തിൽ നടന്ന ഒരു പശുഹത്യയിൽ അതിശക്തമായി ഞാൻ പ്രസംഗിച്ചതിൻ്റെ പേരിൽ BJPയുടെ ഉന്നതനായ ഒരു നേതാവ് എന്നെ വിളിച്ചു പറയുകയും കേരളത്തിൽ നിങ്ങൾ മാത്രമാണ് ഈ പ്രധാനമന്ത്രിക്കെതിരെ ഇത്ര രീതിയിലുള്ള സംസാരം നടത്തുന്നത്. സൗഹാർദ്ദപരമായിട്ടാണ് പറഞ്ഞു. അതുകൊണ്ട് ദയവായി നിങ്ങളത് അവസാനിപ്പിക്കണം. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ പറയുന്നത് വസ്തുതയല്ലേ, സത്യസന്ധമല്ലേ? ഇങ്ങനെയുണ്ടോ ഒരു അക്രമം? ഈ നിഷ്കളങ്കരായ മനുഷ്യരെ, വഴിയിൽ പോകുന്നവരെ ഈ വെട്ടിക്കൊല്ലുന്നത് ഏത് രീതിയിൽ അംഗീകരിക്കാൻ കഴിയും? നിങ്ങൾ ഇതാണ് തുടരുന്നതെങ്കിൽ ഞാൻ അതിനെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും പറഞ്ഞു 2 വർഷം മുമ്പാ. അപ്പം നിങ്ങളിത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള പലരുണ്ടല്ലോ, അവിടെ തന്നെ ആ സഭയിൽ തന്നെ പല നേതാക്കന്മാരുമുണ്ടല്ലോ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന. അവിടെ CPMൻ്റെയോ UDFൻ്റെയോ ഒരു MLA പോലും ഇങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര പൊള്ളൽ? അങ്ങനെ ചോദ്യം. സൗഹൃദ സംഭാഷണം അവസാനം ഞങ്ങൾ തമ്മിൽ തെറ്റി. അപ്പോൾ പറഞ്ഞു നിങ്ങൾ അനുഭവിക്കുന്നു. ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം 2 വർഷം മുമ്പ് നിരന്തരമായി ED എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഭാഗത്തുനിന്ന്. ഇന്നും ആ പോരാട്ടം തുടരുകയാണ്. അപ്പോൾ ഞാൻ ആ സെക്യുലർ നിലപാടിൻ്റെ ഭാഗമായി നിന്ന ഒരു പാർട്ടി പിന്നീട് ഞാൻ കാണുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും ഈ 2 സമുദായത്തെയും പല രീതിയിൽ ആക്രമിക്കപ്പെടുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന വെറും ജാതിമത രാഷ്ട്രീയത്തിലേക്ക് CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വഴിമാറി സഞ്ചരിക്കുകയാണ്. പല ഘട്ടത്തിലും ഞാനത് സൂചിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ ഒരു വിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തെ ഏകപക്ഷീയമായിട്ട് പോലീസ് വേട്ടയാടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പല ഘട്ടങ്ങളിൽ ഞാനിത് പറഞ്ഞു.
ഇത് അനീതിയാണ്. ഇതിലൊരു അടിസ്ഥാനവുമില്ല. സുജിത് ദാസ് എന്ന് പറയുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ RSSകാരൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തെ ആ കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഈ അനീതി നടപ്പിലാക്കരുത്. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, 60 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ജില്ലയാണ്. അതിൽ 75% മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതിലെ നിരവധിയായ ചെറുപ്പക്കാരെ അടിസ്ഥാനമില്ലാത്ത ഒട്ടനവധി കേസുകളിൽ കുടുക്കി FIRൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രക്കാരായ നിങ്ങൾക്കും അത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഒരു വർഷത്തിൽ 10,000 12,000 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട മലപ്പുറം ജില്ല അത് 30,000 40,000 45,000 ഉയർത്തിയത് ഈ സുജിത് ദാസാണ്. അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് പാസ്പോർട്ട് എടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. പാസ്പോർട്ട് എടുത്ത് വിദേശത്ത് പോയി ഒരു മാസത്തെ ലീവിന് വന്ന് പാസ്പോർട്ട് പുതുക്കി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുകൾക്കും പാസ്പോർട്ട് പുതുക്കി പോകാൻ കഴിയുന്നില്ല. പല കുടുംബങ്ങളും കടം വാങ്ങി വിദേശത്തേക്ക് പോയവരാണ്. ആ കടം പോലും വീട്ടാൻ കഴിയാതെ അവരൊക്കെ ജപ്തിയിലായി, പലരുടെയും വീടുകൾ പോയി. നിരവധി തവണ ഞാൻ പറഞ്ഞു ഇടപെടണം, പക്ഷെ ഒരു ഇടപെടലുണ്ടായില്ല എന്ന് മാത്രമല്ല, അത് പ്രോത്സാഹിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിനെ ഞാൻ ചോദ്യം ചെയ്തു. നിങ്ങൾക്കറിയോ, കേരളത്തിൽ 2019 പ്രളയത്തിന് ശേഷം കേരളത്തിലെ 44 പുഴകളിലും മണലും മണ്ണും വന്ന് അടിഞ്ഞു കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ചാലിയാർ പുഴ വെള്ളത്തിലാണ്. ഏത് സമയം 4 മഴ പെയ്താൽ വെള്ളപ്പൊക്കമാണ്. പുഴയുടെ താഴ്ചയുടെ നിലവാരത്തിൽ നിന്ന് 2 മീറ്ററും 3 മീറ്ററും ഈ മണൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്തു. ഗവൺമെൻറ് തീരുമാനമെടുത്തു ഈ മണലുകൾ മുഴുവൻ വാരി ഒഴിവാക്കാൻ. അത് വിൽപ്പന നടത്താനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് കൊടുത്തു. നിങ്ങൾക്കറിയോ, ഇത് ഈ മേഖലയിൽ ഒറ്റ ചാലിയാർ പുഴ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ജീവിച്ചിരുന്ന മേഖലയാണ്. ഈ മണൽ വാരി ജീവിച്ചിരുന്നവരാണ്. ആ തീരുമാനമെടുത്തു എന്നല്ലാതെ ഒരു തരി മണൽ ഈ പുഴയിൽ നിന്ന് വാരാനുള്ള സംവിധാനത്തിലേക്ക് പിന്നീട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ്റോ പോയില്ല. റവന്യൂ മന്ത്രിയുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടും നിരന്തരം പാർട്ടി ലീഡർഷിപ്പുമായും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇതുമായി ജീവിച്ചൊരു പട്ടിണിയിലാണ്. 4, 5, 10 തൊഴിലാളികൾ കൂടിയിട്ട് ഒരു പിക്കപ്പ്, ഒരു ടിപ്പർ, ചെറിയ ടിപ്പർ വാങ്ങും. 50,000 1 ലക്ഷമോ ഉണ്ടായി ഒരു 4 5 ലക്ഷം രൂപ മുടക്ക് വരുന്ന വണ്ടിക്ക് 1 ലക്ഷം മുടക്കി 10 പാവപ്പെട്ട ചെറുപ്പക്കാർ 4 ലക്ഷമോ 5 ലക്ഷമോ ലോൺ എടുത്ത് ഈ വണ്ടി വാങ്ങി. അവർക്ക് അവരെ തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ പലരുടെയും, എൻ്റെ വീടിൻ്റെ ചുറ്റും അന്വേഷിച്ചാൽ നമുക്കറിയാം എത്ര ആൾക്കാരുടെ വീട് പോയിട്ടുണ്ടെന്ന്. എന്താ വാരാത്തത്? ഇവിടുത്തെ ക്രഷർ മുതലാളിമാർ, വൻകിട ക്രഷർ മുതലാളിമാരുടെ എംസാൻഡ് ഇവിടെ വിറ്റുപോകണം. അവരുമായിട്ടുള്ള ധാരണയാണ്, നെക്സസാണ്. ആ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ പാവപ്പെട്ടവരുടെ വയറ്റത്തടിച്ചപ്പോൾ ഞാനത് സംസാരിച്ചിട്ടുണ്ട്, നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പാവപ്പെട്ടവർക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ അധിക പ്രസംഗി. ആ പ്രസംഗം എനിക്ക് തുടരാതിരിക്കാൻ പറ്റുമോ? ഓരോ മേഖലയെടുത്ത് നിങ്ങൾ പരിശോധിക്കുക. ഈ വനമേഖല എന്താ സ്ഥിതി? ഇപ്പോൾ കാളികാവിൽ കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരിക്കുകയാണ്. കടുവയെ കൊടുക്കാൻ വെച്ച കൂട്ടിൽ വേറെ ഏതൊരു പുലി വന്ന് കയറിയിരിക്കുന്നു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ നിങ്ങൾ. ഇന്ന് പാലക്കാട് ജില്ലയിൽ ആന ചവിട്ടി കൊന്നിരിക്കുന്നു. നിരന്തരമായി ഈ ഗവൺമെൻറ്റിനോട് ഞാൻ പറഞ്ഞ വിഷയമാണ്. ഈ മലയോര കുടിയേറ്റ മേഖലയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. 10 സെൻറ്റിൽ ഒരു കപ്പ കൃഷി പോലും ചെയ്യാൻ വയ്യ. ഗവൺമെൻറ് ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കണം. ആ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഗവൺമെൻറ് ചെയ്തതെന്താ? കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു പുതിയ ബില്ല് കൊണ്ടുവരിക. എന്തിനാ? ഫോറസ്റ്റിന് പുതിയ അധികാരങ്ങൾ, പോലീസിൻ്റെ അധികാരം ഫോറസ്റ്റിന് കൊടുക്കാൻ പോകുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളെ DFOയുടെ മുന്നിൽ ഹാജരാക്കി അവരുടെ ലോക്കപ്പ് ചെയ്യാനുള്ള നിയമം 2 വർഷം മുമ്പ് കേരളയിൽ പുതിയ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്കറിയാം. അത് പോലീസ് സ്റ്റേഷനേക്കാളിലും വലിയ ലോക്കപ്പ്. ഞാനന്ന് മന്ത്രിയോട് ചോദിച്ചത് എന്തിനാത്? അത് ചെറിയ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്.
അപ്പോൾ ഒരു പോലീസിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ എസ് പിയുടെ മുമ്പിലല്ല ഹാജരാക്കേണ്ടത്, കോടതിയുടെ മുമ്പിലാണ്. അതിനെയും മറികടന്ന്, ഇന്ത്യയിൽ എവിടെയില്ല കേട്ടോ, അതിനെയും മറികടന്നിട്ട് കോടതിയുടെ അധികാരം പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്ന അമെൻമെൻറ്റ് ആരെങ്കിലും ഉണ്ടിയോ? കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞോ? രണ്ടാമത്തെ കാര്യം, കുടിവെള്ളം. ഈ 44 പുഴകളിലും തോടുകളിലുമാണ് ഈ നാട്ടിലെ ജനം മുഴുവൻ വെള്ളം കുടിക്കുന്നത്. അതിൻ്റെ അധികാരം എടവണ്ണ പഞ്ചായത്തിൻ്റെ പരിധിയിലൂടെ കടന്നു പോകുന്ന ചാലിയാർ പുഴയുടെ അധികാരം ആ പഞ്ചായത്ത് പരിധിയിൽ പഞ്ചായത്തിനാണ്. അവർക്ക് അവിടെ കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാം, എന്തും സ്ഥാപിക്കാം, കർഷകർക്ക് എടുക്കാം. അങ്ങനെ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കുടിക്കുന്ന വെള്ളം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അത് പൊതു സ്വത്താണ്. ആ പൊതു സ്വത്ത് ഇവർക്ക് കൈമാറുകയാണ്. എന്താ വാദം അമെൻമെൻറ്റിൽ? ഈ പുഴകൾ ആരംഭിക്കുന്നത് ഈ പറയുന്ന ഫോറസ്റ്റിലാണ്, ഉത്ഭവം ഫോറസ്റ്റിലായതുകൊണ്ട് അത് അറബിക്കടലിൽ എത്തുന്നവരെയുള്ള വെള്ളത്തിൻ്റെ അവകാശം ഞങ്ങൾക്കാണ്. ലോകത്തെവിടെയും കേൾക്കൂല. ആ നിയമത്തിനെതിരെ പോരാട്ടം നടത്തി അതിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി ജനങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ട് തൃണമൂൽ കോൺഗ്രസ് ഈ വയനാട്ടിലൊരു ജാഥ നടത്തി. ആ ജാഥയുടെ സമാപനം നിലമ്പൂരായിരുന്നു. ആ സമാപനത്തിന് വരുമ്പോഴാണ് മണി എന്ന് പറയുന്ന കരുളായിലെ പാവപ്പെട്ട ST വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ ആന ചവിട്ടി കൊള്ളുന്നു. സ്വാഭാവികമായി ഞങ്ങളൊരു സമരത്തിന് ഫോറസ്റ്റ് ഓഫീസിലേക്കല്ലാതെ വേറെ അങ്ങോട്ടാ പോവുക? അവിടെ പ്രതിഷേധിച്ച ഞങ്ങളെ ഒരു സ്റ്റൂളും 2 ലൈറ്റും 350 റുപ്യൻ്റെ കേടുവരുത്തി എന്ന് പറഞ്ഞ് എന്നെ ജയിലിലടച്ചു. നിങ്ങൾ കണ്ടതാ, രാത്രി 12 മണിക്ക് ഇവിടുന്ന് എന്നെ പിടിച്ചുകൊണ്ട് വന്ന്. ഒരാൾ മിണ്ടിയോ? ഇപ്പം അവിടെ നടക്കുന്ന സ്ഥാനാർത്ഥികളുണ്ടല്ലോ, ഞാൻ അതിലേക്ക് വരാം, ഞാൻ അതിപ്പോൾ പറയുന്നില്ല. ഒരാൾ മിണ്ടിയോ? ഈ വിഷയങ്ങൾ മുഴുവൻ ഇവിടെ അതിനെതിരെ സംസാരിക്കുമ്പം അൻവർ ഔട്ട്സ്പോക്കണാണ് അല്ലേ? എങ്ങനെയാണ് ഈ സുജിത് ദാസ് മാറിയതിന് ശേഷമുണ്ടായിരുന്ന ശശിധരനുമായി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഞാൻ തെറ്റുന്നത്? ഇവിടെ 4 സെൻറ്റ് ഭൂമിയിൽ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കുന്ന പാവപ്പെട്ടവന് 2 ബക്കറ്റ് മണ്ണ് ആ തറയിലിടാൻ ഇവർ സമ്മതിക്കില്ല. ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ലൈഫ് പദ്ധതി തടസ്സപ്പെട്ടു. എന്താ? മണ്ണിട്ടല്ലേ ബാക്കി ജോലി ചെയ്യാൻ പറ്റൂ. അതിലേക്ക് മണ്ണടിക്കുന്ന വാഹനങ്ങൾ മാത്രം തിരഞ്ഞു പിടിക്കുക പോലീസ്. സാധാരണ SIൻ്റെയും CIൻ്റെയും കാര്യമല്ല പറയുന്നത് കേട്ടോ, SP ഓർഡറാണ്. പോലീസുകാർക്കൊരു നിവൃത്തിയില്ല. ഇത് ഞാൻ ചോദ്യം ചെയ്തു. ഈ പറയുന്ന ശശിധരൻ SP-യുമായി ഞാൻ വാക്കേറ്റമുണ്ടായി. ഇപ്പോൾ LDF-ൻ്റെ കയ്യിലാണല്ലോ അമരമ്പലം പഞ്ചായത്ത്. ഞാനന്ന് അവരെ കൂടെയാണല്ലോ. ആ പ്രസിഡൻറ്റും കുഞ്ഞിപ്പും വൈസ് പ്രസിഡൻറ്റും പ്രതിപക്ഷ അംഗങ്ങളടക്കമുള്ള മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങൾ ഞാൻ പോയി, നിങ്ങൾ SP-നെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞ മറുപടി? സമ്മതിക്കൂല. ആ പാവപ്പെട്ടവനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ നിലമ്പൂർ കൂടെ പോകുമ്പോൾ നോക്കൂ, എല്ലാ കൊമേഴ്സ്യൽ സ്ഥലങ്ങളും പാടങ്ങളും മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. ഈ 4 സെൻറ്റുകാരന് ഗതി കെട്ടിട്ട് നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഈ 4 ലക്ഷം വെച്ച് ജനങ്ങൾ കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന വീടുക്ക് 2 ബക്കറ്റ് മണ്ണിടാൻ ഇവർ സമ്മതിക്കൂല. ആ മണ്ണിടണമെങ്കിൽ പെർമിറ്റ് എടുത്ത് മണ്ണടിക്കുന്ന ഇവിടുത്തെ മാഫിയകളോട് മണ്ണടിക്കാൻ പറയണം. ഒരു തറ ഫില്ല് ചെയ്യണമെങ്കിൽ 25,000 കൊടുക്കണം അവൻ്റെ അടുത്ത് നിന്ന് മണ്ണെടുക്കണമെങ്കിൽ. ആ തൊട്ട അയൽവാസി ഇതാ ഇവിടുന്ന് ബക്കറ്റിൽ 2 മണ്ണെടുത്തോ എന്ന് പറഞ്ഞാൽ പറ്റൂല. ഇതാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഞാനത് നിർത്തണോ? അപ്പം ഞാൻ ഇനിയും സംസാരിക്കും. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഞാൻ UDF-ൻ്റെ അകത്ത് വന്നാലും അൻവർ ഇത് തന്നെയാണ്. ഇവർക്ക് പല ഏർപ്പാടുണ്ടാകും. ചില ആളുകൾക്ക് അവർക്ക് ഞാൻ നാളെ തടസ്സമാകും. അപ്പം എന്താ, എന്നെ ഫിനിഷ് ചെയ്യണം. അപ്പം ഞാൻ രംഗത്തുണ്ടാകാൻ പാടില്ല. ഇപ്പം എന്താ അവർ പറയുന്നത്? ഞാൻ ഷൗക്കത്തിനെ അംഗീകരിച്ചില്ല, സ്ഥാനാർത്ഥിനെ അംഗീകരിച്ചില്ല. ഞാൻ എന്താ പറഞ്ഞത്? തലേ ദിവസം UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അടിവരട്ടു, ഏത് ചെകുത്താനായാലും നമ്മളെ പ്രയോഗമാണ്. ചെകുത്താൻ എന്ന് അത്തരം ഘട്ടത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ആരായാലും നിർബാധം എന്നർത്ഥം വരുന്ന വാക്കാണ്. ഞാൻ പറഞ്ഞതല്ലേ, 5 മാസമല്ലേ എന്നെ ഈ വാലിൽ കെട്ടി നടക്കുന്നത്. ഞാൻ എന്നെ UDF-ൽ കൂട്ടണമെന്ന് പറഞ്ഞു പോയതല്ല. UDF-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞതാ.
അതിന് മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇനി പോരാടേണ്ടത്. ഈ നാട്ടിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് പോരാടി മരിക്കേണ്ട വ്യക്തിയല്ല എന്ന് പറഞ്ഞ് UDF-മായി സഹകരിച്ച് പോകണമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ്, അദ്ദേഹം മാത്രമാണ്. ഇന്നും അദ്ദേഹം ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അറിയോ നിങ്ങൾക്ക്? അങ്ങനെ പോയതാ ഞാൻ. ആ പോയ എന്നെ ആ UDF-മായി യോജിപ്പിക്കാൻ പഠിച്ച പണി 18 അദ്ദേഹം നോക്കിയിട്ടും പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ നോക്കിയിട്ടും സംഗതി നടക്കുന്നില്ല. നടക്കാത്തതിന് വേറെ കാരണങ്ങളുണ്ട്. അതെനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോട്. അത് നമ്മൾ പിന്നീട് ആലോചിച്ച് പറയും. അപ്പോൾ ഞാനിന്ന് അദ്ദേഹത്തോട് ഇന്നും പറഞ്ഞു, ദയവായി നിങ്ങൾ ഇനി എനിക്ക് വേണ്ടി ദയവായി നിങ്ങൾ ആരും കാല് പിടിക്കരുത്. കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. UDF-ൽ ഞാൻ വരണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, UDF-ൻ്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, ഇവിടുത്തെ സാമുദായിക കക്ഷികൾ ഈ പിണറായിസം അവസാനിപ്പിക്കാൻ അൻവറിനെ കൂടെ നിർത്തണം, ആത്മാർത്ഥമായി സത്യസന്ധമായി എന്ന് പറയണം. അതിൻ്റെ പേരിലാണ് നമ്മൾ നിന്നത്. ഇപ്പോഴും ഒരു തലയും പാലും ഇല്ല. കഴിഞ്ഞ 2-ാം തീയതി എടുത്ത തീരുമാനം എന്നെ കൂടെ കൂട്ടി സഹകരണ മുന്നണിയാക്കാൻ സമ്മതിച്ചതാ. ഒരു ഡിമാൻഡും എനിക്കുണ്ടായിരുന്നില്ല. ഒരു അലയൻസ്, ഒരു ധാരണം, സഹകരിച്ച് പോകാം. അത് പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോയി അല്ലേ? 15-ാം തീയതി എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് എന്താ അറിയോ? തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് പോകും എന്ന് നമുക്ക് തോന്നിയല്ലോ. അപ്പോൾ ഈ വാലുമ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാം. മനസ്സിലായില്ലേ? ഫോൺ വിളിച്ച ഫോൺ എടുക്കില്ല. അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാരെ വിളിച്ചാൽ അദ്ദേഹം എടുത്തിട്ട് പറയും, സാർ തിരിച്ചു വിളിക്കൂട്ടോ. അദ്ദേഹത്തെയാണ് UDF ഉത്തരവാദിത്തപ്പെടുത്തിയത്. അത് കഴിഞ്ഞു. അപ്പോഴൊക്കെ സ്ഥാനാർത്ഥി ആരാ? എന്നോട് പറഞ്ഞത് ഈ 14-ാം തീയതി 15-ാം തീയതി വരെ മലയോര കർഷകരുടെ, കുടിയേറ്റ കർഷകരുടെ പ്രതിനിധി ഉണ്ടാകും. അത് നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. ഷൗക്കത്തിനെ നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. 2026 വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെ നിലമ്പൂരിൽ നിർത്താൻ കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ഈ വന്യജീവി വിഷയം കത്തിക്കാളി നിൽക്കുകയാണ്. അതുകൊണ്ട് ജോയി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി. എന്നാ പറയുന്നത് അറിയാമോ? ഈ പറയുന്ന 15-ാം തീയതി, ഈ മാസം 15-ാം തീയതി. ഓക്കെ, ഞാൻ ഷൗക്കത്തിനെ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ അത് വിസ്തരിക്കുന്നില്ല. ആരെ നിർത്തിയാലും ഷൗക്കത്ത് അടക്കമുള്ളവരെ ഞങ്ങൾ പിന്തുണക്കും. ഒരു തർക്കമോ കാര്യത്തിന് വേണ്ട. കാരണം അത് പിന്നെ UDF-ൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ UDF-ൻ്റെ ഭാഗമാകുമ്പോൾ. പക്ഷേ ഞാനും കൂടി UDF-ൻ്റെ ഭാഗമായി നിന്നാൽ ഈ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം PV അൻവറും UDF-ഉം ഒരുമിച്ച് നിന്നിട്ടും നിലമ്പൂരിലെ LDF-ൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥകളൊന്നും ആലോചിക്ക്. പിന്നെ പിണറായിസം ഉണ്ടോ? പിന്നെ ഇവിടെ ആൻറ്റി ഇൻകമ്പൻസി ഭരണവിരുദ്ധത ഉണ്ടോ? കേരളത്തിൽ വരാൻ പോകുന്ന 140 മണ്ഡലങ്ങളെയും ഇത് ബാധിക്കൂലേ? ഞാൻ എന്തിനു വേണ്ടിയാണ് രാജിവെച്ചത്? 3-ാം വട്ടവും പിണറായി വരുന്നു എന്ന നരേഷൻ ഇവിടെ കൃത്രിമമായി സൃഷ്ടിച്ച് ഇവിടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ല വസ്തുത. ജനങ്ങൾ ആ ഗവൺമെൻറ്റിനെതിരാണ് എന്ന് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താനല്ലേ ഞാൻ രാജിവെക്കുന്നതിൻ്റെ ഒരു കാരണം. എന്താ എനിക്ക് അപ്പം പറഞ്ഞൂടെ? പിണറായിക്കെതിരെ നിലമ്പൂരിൽ ജനങ്ങളെ ഒപ്പം നിർത്തി UDF-ൻ്റെ സഹായത്തോടു കൂടി ഞാനവിടെ മത്സരിച്ച് ജയിക്കുമെന്ന് പറഞ്ഞാൽ പോലെ ആരെങ്കിലും പറ്റില്ലെന്ന് പറയോ? എന്നെ ഈ കുറ്റവാളിയാക്കുന്ന കേരളത്തിലെ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർ തടയോ? എനിക്ക് മത്സരിച്ചൂടെ? ഇപ്പം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലേ? ഇപ്പം ഈ അൻവറിനെ തെറി പറയുന്ന ആളുകൾ മുഴുവൻ ഈ പ്രചരണ രംഗത്തുണ്ടാവില്ലേ? ഞാൻ എന്താ ചെയ്ത്? ഞാൻ പറഞ്ഞ മലയോരത്ത് പ്രശ്നമുണ്ട്. ഒരു കുടിയേറ്റ കർഷകൻ ഇവിടെ സ്ഥാനാർത്ഥിയാവണം. അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇപ്പം എല്ലാവരും സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നുണ്ടല്ലോ. ഒരു മലയോര കുടിയേറ്റ കർഷകനെ ആരെങ്കിലും പരിഗണിച്ചോ? ആരെങ്കിലും? ഇപ്പം LDF-ൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. സ്വരാജ് എൻ്റെ അടുത്ത സുഹൃത്താണ്, എനിക്കിഷ്ടമാണ് വ്യക്തിപരമായിട്ട്. പക്ഷേ ഈ പിണറായിസത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവാണ് ആര്? ഈ സ്വരാജ് അല്ലേ? പിണറായിസത്തെ താലോലിക്കുന്നതിൽ മുൻപന്തിയിലല്ലേ സ്വരാജ്? ഈ വന്യമൃഗ പ്രശ്നങ്ങൾ മുഴുവൻ, ഞാൻ നിലമ്പൂർക്കാരനാന്ന് പറയുന്നുണ്ടല്ലോ, ഈ വന്യമൃഗ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് നിലമ്പൂരിലേക്ക് കടന്നു വന്ന്
ഈ ഗവൺമെൻറ്റിനടുത്ത് പോരായ്മയുണ്ടെന്ന് സൂചിപ്പിക്കാനെങ്കിലും ഈ പറയുന്ന എം സ്വരാജ് തയ്യാറായിട്ടുണ്ടോ? നിലമ്പൂരിലെ ജനങ്ങളെന്ന് പറയട്ടെ, ജനങ്ങളെന്ന് പറയട്ടെ. ഉണ്ടായിട്ടില്ലല്ലോ. ഈ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഈ കോലത്തിൽ ഒരു ജനവിഭാഗത്തെ ഇങ്ങനെ വക്രീകരിച്ച് ക്രിമിനലുകളാക്കുമോ? ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന സ്വരാജ് ഒരു വട്ടം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസിൻ്റെ നടപടി ശരിയല്ല എന്ന് പറഞ്ഞോ?